പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇതാ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവിടുത്തെ ആരാധിക്കുവാനും അവിടുത്തെ സ്തുതിക്കുവാനുമായിട്ട് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ഈ ദിവസം വരെ കർത്താവ് നമ്മളെ നയിക്കുകയായിരുന്നു. അവിടുത്തെ പരിപാലനം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ദൈവം എത്ര കരുതലോടെയാണ് നമ്മളെ ഓരോരുത്തരെയും പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഓരോ നിമിഷവും വരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഈശോ നമ്മുടെ അരികിൽ ആയിരുന്നുകൊണ്ട് അവിടുന്ന് നമ്മളെ കൈപിടിച്ച് നടത്തുന്നു. എത്രയോ സൗഭാഗ്യം, എത്രയോ അനുഗ്രഹപ്രദം കർത്താവിനാൽ നയിക്കപ്പെടുക, കർത്താവിൻ്റെ മുമ്പിലായിരിക്കുക. ആ വലിയൊരു ബന്ധത്തിലേക്ക്, പിതാവുമായിട്ടുള്ളൊരു വലിയ ബന്ധത്തിലായിരുന്നുകൊണ്ട്, ആ അപ്പനെ കണ്ടുകൊണ്ട്, ആ സ്വർഗീയ പിതാവിനെ കണ്ടുകൊണ്ട് അവിടുത്തെ ആരാധിക്കുവാൻ, അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കൊരുമിച്ച് കടന്നു വരാം. ഈ സമയത്ത് ഈശോയെ നമ്മുടെ ഉൾക്കണ്ണുകൾ കൊണ്ട് കാണുവാൻ തക്ക വിധം നമ്മുടെ ഉൾക്കണ്ണുകളെല്ലാം തുറന്ന് നമ്മളെ കാണുന്ന, നമ്മളെ പരിപാലിക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. നമുക്കൊരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഈശോയെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ, കർത്താവെ, അങ്ങയുടെ തിരുമുമ്പിലേക്ക് അങ്ങ് പേര് ചൊല്ലി വിളിച്ച് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി അവിടുത്തെ മഹാസ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഓ ദൈവമേ, അവിടുത്തെ കരുണയാണ്, അവിടുത്തെ കൃപയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഓ സ്വർഗീയ പിതാവേ, ആ കൃപയുടെ രശ്മികൾ അങ്ങ് സ്വർഗത്തിൽ നിന്നും ഞങ്ങളിലേക്ക് അയച്ചുകൊണ്ട്, കർത്താവെ, ഞങ്ങളിലേക്ക് ആ കൃപയുടെ രശ്മികൾ അങ്ങ് സ്വർഗത്തിൽ നിന്നും ഞങ്ങളിലേക്ക് അയച്ചുകൊണ്ട്, കർത്താവെ, അങ്ങേ ആരാധിക്കുവാൻ, കർത്താവെ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ ഏറ്റുപറയുവാൻ, അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുവാൻ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയ ആ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ആ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഈശോ, ഈ മണിക്കൂർ അങ്ങയുടേതാണ്. ഈ മണിക്കൂർ ഞങ്ങൾ അങ്ങേ ആരാധിക്കുവാനുള്ളതാണ്. ദൈവമേ, ഈ മണിക്കൂറിനെ അങ്ങ് അഭിഷേകം ചെയ്ത് ഉയർത്തണമേ, അനുഗ്രഹിച്ചുയർത്തണമേ. കർത്താവേ, ഞങ്ങൾ ഒരുമയോട് ചേർന്ന് ഞങ്ങളുടെ ഹൃദയവും മനസ്സും ഉയർത്തി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഈശോയെ നന്ദി പറയുന്നു. കർത്താവേ, ആരാധിക്കുന്നു. കർത്താവേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഈശോയെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് കർത്താവ് എത്രയോ മനോഹരമായിട്ട് നമ്മളെ അനുഗ്രഹിച്ച് വഴി നടത്തുന്നു. ആ ദൈവത്തെ സ്നേഹിക്കാം. ഈശോയോട് പറയാം, കർത്താവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. കർത്താവേ, എൻ്റെ മുഴുവനും അങ്ങയുടേതാണ്. കർത്താവെ, അങ്ങ് തൻ്റെ തിരുരക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിയതാണ്. ഓ, അതിനാൽ കർത്താവെ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഈശോയെ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് ഏറ്റു പറയാം. അവിടുത്തെ മുമ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ ഒരു മനോഭാവത്തോടുകൂടി ഈശോയോടുള്ള ആഴമായ സ്നേഹം, ആഴമായ സ്നേഹത്തിലായിരുന്നു കൊണ്ട് നമുക്ക് അവിടുത്തെ പാടി കർത്താവിൻ്റെ ആ വലിയ സ്നേഹത്തെ മഹത്വപ്പെടുത്താം. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. പ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. എൻ്റെ സ്നേഹം
കവരുകില്ല, എന്റേതെല്ലാം നിനക്കു മാത്രം. എന്നെ മുറ്റും തരുന്നീതാ. നമ്മുടെ സമ്പത്തും നമ്മുടെ കഴിവുകളും എല്ലാം അവിടുത്തെ മഹത്വത്തിനായി നമുക്കുള്ളതെല്ലാം ആഴമായ സമർപ്പണത്തിലേക്ക് കടന്നു വരാം. സകലതും അവിടത്തേക്ക് സമർപ്പിക്കാം. എല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. എല്ലാം അവിടുത്തെ ദാനമാണ്. കർത്താവ് തരാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ആ വലിയ വിശ്വാസത്തോടുകൂടി നമ്മളെ തന്നെ മുഴുവനായി അവിടത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് എന്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എന്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം. എന്നെ മുറ്റും തരുന്നീതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം. എന്നെ മുറ്റും തരുന്നീതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം. എന്നെ മുറ്റും തരുന്നീതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, സമർപ്പിക്കട്ടെ. വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം. എന്നെ മുറ്റും തരുന്നീതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കർത്താവിലൊന്നായി തീരട്ടെ. ഈശോയിലൊന്നായി തീരട്ടെ. എന്നെ മുറ്റും തരുന്നീതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ഈശോയെ ആരാധിക്കാം, ഈശോയെ പാടി സ്തുതിക്കാം, ഈശോയെ സ്തുതിക്കാം. എല്ലാവർക്കും അതരങ്ങൾ തുറന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. അതരങ്ങൾ തുറന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഈശോയെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഈശോയെ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഞങ്ങളെ സ്നേഹിക്കുന്നു. ആരാധന 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 പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണിത്. കർത്താവ് നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണിത്. നീ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിലേക്ക് കർത്താവ് ഇറങ്ങി വന്ന് നമ്മളെ കോരിയെടുക്കുന്ന ആ കർത്താവ്, നമ്മളെ കോരിയെടുക്കുന്ന കർത്താവ് ഇതാ പാപച്ചേറ്റിലാണെങ്കിൽ, പാപക്കുഴിയിലാണെങ്കിൽ ഇതാ കർത്താവ് നമ്മളെ ഏറ്റെടുക്കുവാനായിട്ട് വരുന്നു. ഇതാ നീ നിരാശയ്ക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതാ കർത്താവ് നിൻ്റെ അരികിലേക്ക് വരുന്നു. ഈ ശുശ്രൂഷയിലായിരിക്കുന്ന നിൻ്റെ അരികിലേക്ക് ആ കർത്താവ് വരുന്നു. അവിടുന്ന് മാത്രമാണ് സത്യം, അവിടുന്ന് മാത്രമാണ് സത്യം, അവിടുന്ന് മാത്രമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതാ ഈശോ നിന്നെ ഏറ്റെടുക്കുന്നു. ഈശോ നമ്മളെ ഏറ്റെടുക്കുന്നു. നമ്മുടെ എല്ലാ കണ്ണുനീരും തുടയ്ക്കുന്ന കർത്താവ്, നമ്മുടെ നൊമ്പരങ്ങൾ അറിയുന്ന കർത്താവ്, നമ്മുടെ വേദനകൾ അറിയുന്ന കർത്താവ്. ആരും നമ്മുടെ രോദനങ്ങൾ കേട്ടില്ലെങ്കിലും, ആരും നമ്മുടെ കരച്ചിൽ കേട്ടില്ലെങ്കിലും ഇതാ നമ്മളെ കേൾക്കുന്ന ഒരു കർത്താവ്, നമ്മളെ കടന്നു പോകാത്തൊരു കർത്താവ് ഇതാ നമ്മുടെ അരികിലേക്ക് വരുന്നു. ആ ദൈവത്തെ കണ്ടുകൊണ്ട്, ആ ദൈവത്തിൻ്റെ ആ സമാശ്വാസത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ കർത്താവിൻ്റെ വലിയ സ്നേഹം, വലിയ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഒരു അനുഭവം ഇതാ കർത്താവ് നമ്മളിലേക്ക് ഇപ്പോൾ പകരുന്നു. അതുകൊണ്ട് നിന്റെ നിരാശയും നിന്റെ സങ്കടങ്ങളുമെല്ലാം മാറ്റിവെച്ച് ആ കർത്താവിനോട് കൂടെ ആയിരുന്നുകൊണ്ട്, ആ കർത്താവിനോട് കൂടെ ആയിരുന്നുകൊണ്ട് അവിടുത്തെ വിളിച്ചപേക്ഷിക്കാം. അവിടുത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ആ കർത്താവിൻ്റെ ആഴമായ സ്നേഹത്തിലേക്ക് കടന്നു വരാം. എൻ കരച്ചിലിൽ ശബ്ദം കേൾക്കും ദൈവമേ, ഹല്ലേലൂയ. എൻ അവസ്ഥകൾ നന്നായറിയും യേശുവേ, അങ്ങനെ കൈവിടുകില്ല, ഉപേക്ഷിക്കുകയുമില്ല. കഷ്ടകാലങ്ങളിൽ കൂടെയിരുന്നിടും. കൈവിടാത്ത കർത്താവ് സന്തോഷത്തോടെ ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നാലും, ഒരു കാതുകൾ എന്തിനരോധനം കേട്ടില്ലേലും, ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നാലും, ഒരു കാതുകളും എന്തിനരോധനം കേട്ടില്ലേലും, എൻ കരച്ചിലിൽ ശബ്ദം കേൾക്കും ദൈവമേ, എൻ അവസ്ഥകൾ നന്നായറിയും യേശുവേ. എൻ കരച്ചിലിൻ ശബ്ദം കേൾക്കും ദൈവമേ, എൻ അവസ്ഥകൾ നന്നായറിയും യേശുവേ. അങ്ങനെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കഷ്ടകാലങ്ങളിൽ കൂടെയിരുന്നിടും. അങ്ങനെ കൈവിടുകില്ല, അങ്ങനെ കൈവിടുകില്ല, ഉപേക്ഷിക്കുകയുമില്ല. കഷ്ടകാലങ്ങളിൽ കൂടെയിരുന്നിടും. ബലമില്ലാത്തവർക്ക് ബലം നൽകുന്ന കർത്താവ്, തളർന്നവനെ ബലപ്പെടുത്തുന്ന കർത്താവ്. യുവാക്കൾ ക്ഷീണിച്ചു പോയേക്കാം, ശക്തന്മാർ തളർന്നു പോയേക്കാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ബലമില്ലാത്തോർക്കു ബലത്തെ നൽകും ദൈവം,
ക്ഷീണിച്ചോർക്കു ശക്തി നൽകും ദൈവം, ബലമില്ലാത്തോർക്കു ബലത്തെ നൽകും ദൈവം. ക്ഷീണിച്ചോർക്കു ശക്തി നൽകും ദൈവം. ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നാലും, യൗവനക്കാർ ഇടറി വീണാലും, ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നാലും, യൗവനക്കാർ ഇടറി വീണാലും, യഹോവയ്ക്കായി കാത്തിരുന്നു ശക്തിയെ പുതുക്കി, കഴുകനെപ്പോ ചിറകടിച്ചുയർന്നിടുമേ. യഹോവയ്ക്കായി കാത്തിരുന്നു ശക്തിയെ പുതുക്കി, കഴുകനെപ്പോ ചിറകടിച്ചുയർന്നിടുമേ. കാനാൻ നാട്ടിലെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ പകരുവാൻ ഈശോ മോശയോട് വാഗ്ദാനം ചെയ്ത കർത്താവ് ആ അനുഗ്രഹങ്ങളെല്ലാം ഇതാ നമ്മുടെ ജീവിതത്തിലേക്ക് പകരുന്ന നിമിഷം. തൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും നമ്മളെ അനുഗ്രഹിച്ച് നമ്മുടെ പേര് വലുതാക്കി ഉയർത്തുന്ന കർത്താവ്, ആ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. കനാൻ നാട്ടിലെ അനുഗ്രഹങ്ങളാൽ എന്നെ അനുഗ്രഹിച്ചിടും ഉയർത്തിയിടും എൻ്റെ ദൈവം. കനാൻ നാട്ടിലെ അനുഗ്രഹങ്ങളാൽ എന്നെ അനുഗ്രഹിച്ചിടും ഉയർത്തിയിടും എൻ്റെ ദൈവം. എൻ വാഗ്ദത്തങ്ങൾ ഓർത്തിയിടുമെൻ്റെ ദൈവം. യോഗ്യതയില്ലാത്ത സ്ഥാനത്തായി എന്നെ എൻ വാഗ്ദത്തങ്ങൾ ഓർത്തിയിടുമെൻ്റെ ദൈവം. യോഗ്യതയില്ലാത്ത സ്ഥാനത്തായി എന്നെ ഉയർത്തി മാനിക്കും. എൻ പേർ വലുതാക്കിടും. എൻ കണ്ണുകളാൽ തിരുമഹത്വം കണ്ടിടും. ഉയർത്തി മാനിക്കും. എൻ പേർ വലുതാക്കിടും. എൻ കണ്ണുകളാൽ തിരുമഹത്വം കണ്ടിടും. ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നാലും, ഒരു കാതുകളും എൻ ദീനരോദനം കേട്ടില്ലേലും, ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നാലും, ഒരു കാതുകളും എൻ ദീനരോദനം കേട്ടില്ലേലും, എൻ കരച്ചിലും ശബ്ദം കേൾക്കും ദൈവമേ. എൻ അവസ്ഥകൾ നന്നായി അറിയും യേശുവേ. എൻ കരച്ചിലിൻ ശബ്ദം കേൾക്കും ദൈവമേ. എൻ അവസ്ഥകൾ നന്നായി അറിയും യേശുവേ. അങ്ങനെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കഷ്ടകാലങ്ങളിൽ കൂടെയിരുന്നിടും. അങ്ങനെ കൈവിടുകയില്ല, അങ്ങനെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കഷ്ടകാലങ്ങളിൽ കൂടെയിരുന്നിടും. യേശുവിനെ കൈവിടില്ല. അങ്ങനെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കഷ്ടകാലങ്ങളിൽ കൂടെയിരുന്നിടും. നിന്റെ രോഗത്തിന്റെ അവസ്ഥയിൽ അങ്ങനെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കഷ്ടകാലങ്ങളിൽ കൂടെയിരുന്നിടും. നിന്റെ കടബാധ്യതയിൽ അങ്ങനെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കഷ്ടകാലങ്ങളിൽ കൂടെയിരുന്നിടും. നിന്റെ രോഗത്തിന്റെ അവസ്ഥകളിൽ അങ്ങനെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കഷ്ടകാലങ്ങളിൽ കൂടെയിരുന്നിടും. അങ്ങനെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കഷ്ടകാലങ്ങളിൽ
കൂടെയിരുന്നിടും. നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കഷ്ടകാലങ്ങളിൽ കൂടെയിരുന്നിടും. നമ്മളെ തന്നെ മുഴുവനായിട്ട് നമ്മുടെ എല്ലാ അവസ്ഥകളും കുറവുകളും എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൈവിടാത്ത കർത്താവ്, നമ്മളെ വിട്ടുപേക്ഷിക്കാത്ത കർത്താവ്, ആ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, എന്നെ കൈവിടാത്ത കർത്താവ്, എന്നെ ഉപേക്ഷിച്ചു പോകാത്ത കർത്താവ്, നമുക്കൊന്നു ചേർന്ന് ഹൃദയം തുറന്ന് മനസ്സുയർത്തി കണ്ണുകളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി ആ പിതാവിനെ കണ്ടുകൊണ്ട്, ആ പിതാവിനെ ദർശിച്ചുകൊണ്ട്, ആ ഈശോ പ്രാർത്ഥിച്ചതുപോലെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. അപ്പൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മളെ കരുതലോടെ പരിപാലിക്കുന്ന ദൈവം, എത്രമാത്രം പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടും നമ്മളെ കൈവിടാത്ത കർത്താവിൻ്റെ ആ മഹാസ്നേഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ ദൈവത്തെ സ്തുതിക്കട്ടെ, അവിടുത്തെ ആരാധിക്കട്ടെ, ആ ദൈവത്തെ ആരാധിക്കട്ടെ, ഈശോയെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ശരിയാണ്. ഗ്ലോറി, 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 ഗ്ലോറി. ഈശോയെ നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ. ഈശോയെ നന്ദി കർത്താവേ, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കഷ്ടകാലങ്ങളിൽ കൂടെയിരുന്നിടും. പ്രിയ സഹോദരങ്ങളെ, നമുക്കിപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി വിളിച്ച് പ്രാർത്ഥിക്കാം. അവിടുത്തെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തോട് കൂടെ ജീവിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ മതിയാകൂ. ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിയായ അഭിഷേകം, അതിയായ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ ദാനങ്ങൾ നമ്മുടെ മേൽ വർഷിക്കപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ഈ സമയത്ത് നമുക്ക് ആ വലിയ ആത്മാവിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ മേലും പ്രപഞ്ചം മുഴുവൻ്റെ മേലും ചൊരിയപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ വർഷിക്കുവാനായിട്ട് അവിടെ നിന്ന് അതിയായി ആഗ്രഹിക്കുന്നു. അതിയായി നമ്മുടെ മേൽ പകരപ്പെടുവാൻ, ചൊരിയുവാൻ കർത്താവ് തൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ വർഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി ചെറിയ ഇളം പൈതങ്ങളെപ്പോലെ, പാലിന് വേണ്ടി ദാഹിക്കുന്ന ഇളം പൈതങ്ങളെപ്പോലെ ദാഹിച്ചുകൊണ്ട് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ ആത്മാവിനെ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാവരുടെ മേലും, അയൽക്കാരുടെ മേലും, ബന്ധുജനങ്ങളുടെ മേലും, കർത്താവേ, എൻ്റെ ഇടവകയുടെ മേലും, ഈ രാജ്യത്തിൻ്റെ മേലും, ലോകം മുഴുവൻ്റെ മേലും കർത്താവെ അയച്ചുകൊണ്ട് ആ സമാധാനത്തിൻ്റെ ആത്മാവ്, ആ ശക്തിയുടെ ആത്മാവ്, ആ കൃപയുടെ ആത്മാവ് ഈ പ്രപഞ്ചം മുഴുവനും വ്യാപരിക്കുവാൻ വേണ്ടി, ലോകം മുഴുവനും വ്യാപരിക്കുവാൻ വേണ്ടി, ലോകത്തിൻ്റെ എല്ലാ അതിരുകളിലും ആത്മാവിൻ്റെ അതിശക്തമായ നിയന്ത്രണത്തിലായിരിക്കുവാൻ, ദൈവാത്മാവ് അതിശക്തമായി വർഷിക്കപ്പെടുവാനായിട്ട് ഏതെല്ലാം മേഖലകളിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ചൊരിയപ്പെടണമോ ആ മേഖലകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ദൈവാത്മാവിൻ്റെ അതിശക്തമായ അഭിഷേകത്തിനായിട്ട് ദാഹിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടി പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവേ, നിൻ്റെ വലിയ ശക്തി, ഉന്നതമായ ശക്തി,
ആളിക്കത്തിവാ. ആത്മാവിൻ തീ, സ്വർഗീയ തീ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാനായ യേശുവിൻ നാമമുയർത്താൻ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം, ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം, ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. നിനക്കായിട്ടല്ലോ ഈ ജീവിതം എന്റെ യേശുവേ, നിനക്കായിട്ടല്ലോ ഈ ജീവിതം എന്റെ യേശുവേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. കത്തിജ്വലിക്കുന്ന അഭിഷേകത്തിലേക്ക് കടന്നു വരുവാൻ, പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ അഭിഷേകത്തിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തിന്റെ ആത്മാവിന്റെ അതിശക്തമായ കൃപയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, ആ വലിയ ശക്തി നമ്മുടെ മേൽ വരുന്നത് കണ്ടുകൊണ്ട്, അഗ്നിനാവുകൾ നമ്മുടെ മേൽ ഇറങ്ങുന്നത് ദർശിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ പാടി സ്തുതിച്ചാരാധിക്കാം. ജ്വലിച്ചിടുമൊരു തീജ്വാല പോൽ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. ജ്വലിച്ചിടുമൊരു തീജ്വാല പോൽ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. നിനക്കായി ഞാൻ കത്തിയെരിഞ്ഞിടാം, ആയുസ്സുള്ള നാളോളം പ്രിയനേ. നിനക്കായി ഞാൻ കത്തിയെരിഞ്ഞിടാം, ആയുസ്സുള്ള നാളോളം പ്രിയനേ. ആയുസ്സുള്ള നാളോളം പ്രിയനേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. നമ്മുടെ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവിടെ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളുടെ പാപശാപ മാലിന്യങ്ങളെല്ലാം ആ അഗ്നിയാൽ ദഹിച്ചില്ലതായി മാറും. ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി, ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ ഓരോരുത്തരുടെ മേൽ ഇറങ്ങുവാൻ, ആ സ്വർഗീയ അഗ്നി നമ്മുടെ മേൽ ഇറങ്ങുവാൻ, നമ്മുടെ ഉള്ളിലേക്ക് ആ സ്വർഗീയ അഗ്നി നമ്മുടെ മേൽ ഇറങ്ങുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, തീയാൽ എനിക്കുത്തരമരുളണമേ, ദഹിപ്പിക്കും തീയാകുമെൻ ദൈവമേ. തീയാൽ എനിക്കുത്തരമരുളണമേ, ദഹിപ്പിക്കും തീയാകുമെൻ ദൈവമേ. സാത്താന്റെ ശക്തികളെ തകർത്തിടുവാൻ ഏലിയാവിലെന്നപ്പോൾ വെളിപ്പെടണേ. സാത്താന്റെ ശക്തികളെ തകർത്തിടുവാൻ ഏലിയാവിലെന്നപ്പോൾ വെളിപ്പെടണേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, പരിശുദ്ധാത്മാവേ ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്നിരിക്കുന്ന ഓരോ വ്യക്തികളുടെ പേരും വലിയ അഭിഷേകമായി, വലിയ ശക്തിയായി ഒഴുകണമേ കർത്താവേ. ഓ കർത്താവേ, പരിശുദ്ധാത്മാവേ, 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 എന്റെ ഉള്ളിലാളിക്കത്തിവാ. ഞാനായ യേശുവിൻ നാമമുയർത്താൻ എന്റെ ഉള്ളിലാളിക്കത്തിവാ. ആത്മാവിൻ തീ, സ്വർഗീയ തീ എന്റെ ഉള്ളിലാളിക്കത്തിവാ. ഞാനായ യേശുവിൻ നാമമുയർത്താൻ എന്റെ ഉള്ളിലാളിക്കത്തിവാ. ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം, ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം,
ശക്തിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണമേ, ശക്തിയായി ശക്തിയായി ഇറങ്ങണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഈ കൂട്ടായ്മയിൽ വ്യാപരിക്കണമേ, ഒഴുകി വ്യാപരിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഓ അഗ്നിയേ, ഓ അഗ്നിയേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, നദി പോലെ ഒഴുകണമേ കർത്താവേ. ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന്റെ അഗ്നി ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവനും കുടുംബങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ്, യേശുവിന്റെ ആത്മാവ്, ഓ ചലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, ഓ സകലത്തിലും ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവ് അതിശക്തമായി കൂട്ടായ്മയിൽ വെളിപ്പെടട്ടെ, കൂട്ടായ്മയിൽ വെളിപ്പെടട്ടെ, പ്രപഞ്ചത്തിൽ വെളിപ്പെടട്ടെ, ലോകം മുഴുവനിലും പ്രപഞ്ചം മുഴുവനിലും ദൈവശക്തി. ആ കാറ്റ് കർത്താവിന്റെ കാറ്റ്, യേശുവിന്റെ കാറ്റ്. ഓ കർത്താവേ, അഭിഷേകത്തിന്റെ അഗ്നി ഇപ്പോൾ കൂട്ടായ്മയിൽ വർഷിക്കണമേ, ഈ രാജ്യത്തിന്റെ മേൽ, ഈ ദേശത്തിന്റെ മേൽ, ലോകം മുഴുവനിലും. ഓ അനേകരുടെ മേൽ കാറ്റ് വീശട്ടെ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി, ആത്മാവിന്റെ അതിശക്തമായ അഭിഷേകം. ഓ ദൈവശക്തി, ആത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ കർത്താവേ, ഈ കൂട്ടായ്മയിൽ. ഓ കൃപയുടെ ശക്തി വെളിപ്പെടട്ടെ കർത്താവേ, പാപികളെ വീണ്ടെടുക്കുന്ന ശക്തി, രോഗികളെ സുഖപ്പെടുത്തുന്ന ശക്തി ഈ കൂട്ടായ്മയിലേക്ക് ഒഴുകട്ടെ. വലിയ ശക്തിയായി, വലിയ അഭിഷേകമായി, മുഴുവനായി ശക്തിയായി, വിമോചനമായി. ഓ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, ദൈവമഹത്വം ഇറങ്ങട്ടെ, ദൈവമഹത്വം ഇറങ്ങട്ടെ. ദേശം മുഴുവനും കർത്താവ് ഏറ്റെടുക്കുന്നു, അനേകരെ കർത്താവ് ഏറ്റെടുക്കുന്നു. ഓ ഗ്ലോറി 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 ഗ്ലോറി. വിടുതൽ 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 വിടുതൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, ഹൃദയം തുറന്ന് കർത്താവേ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. വിടുതലുകൾ സംഭവിക്കുന്ന സമയം, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്ന സമയം, അനേക രോഗികൾ സൗഖ്യപ്പെടുന്ന സമയം, ബന്ധനങ്ങൾ അഴിയുന്ന സമയം, കൃപകൾ ഒഴുകപ്പെടുന്ന സമയം, വരങ്ങൾ ഒഴുകപ്പെടുന്ന സമയം, വിടുതൽ സംഭവിക്കുന്ന സമയം. ഈശോയുടെ സൗഖ്യം, സ്വർഗം തരുന്ന സൗഖ്യം. രോഗികൾ കിടക്ക വിട്ട് എഴുന്നേൽക്കട്ടെ, ബന്ധിതർ മോചിതരാകട്ടെ, സകല ചങ്ങലകളും അഴിഞ്ഞു വീഴട്ടെ, സകല കെട്ടുകളും അഴിയട്ടെ, ശരിയാത്മാവിന്റെ ശക്തിയാൽ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഹൃദയത്തിലെ കെട്ടുകൾ, ബന്ധനങ്ങൾ, രോഗങ്ങൾ, അസ്വസ്ഥതകൾ, ഭാരങ്ങൾ എല്ലാം വിട്ടുപോകട്ടെ. ഓ പീഡനങ്ങൾ, മാനസിക വൈകല്യങ്ങൾ വിട്ടുമാറട്ടെ. ആത്മാവിന്റെ അഭിഷേകത്താൽ സകല കെട്ടുകളും, രോഗങ്ങളും, ബന്ധനങ്ങളും, വ്യാധികളും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വിട്ടുമാറട്ടെ. ആത്മാവിന്റെ അഭിഷേകത്താൽ വിട്ടുമാറട്ടെ. രോഗികൾ സൗഖ്യപ്പെടട്ടെ, ബന്ധിതർ മോചിതരാകട്ടെ ആത്മാവിന്റെ ശക്തിയാൽ. ഈശോ ആരാധിക്കുക. ആത്മാവിലായിരിക്കാം, ദൈവാത്മാവിൽ ഒന്നായി തീർന്നുകൊണ്ട് അവിടുത്തെ ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. കർത്താവിനെ ആരാധിക്കുവാൻ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ, ശരീരത്തിൽ ആരാധിക്കുവാൻ, അവയവങ്ങളിൽ ആരാധിക്കുവാൻ, എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും സൃഷ്ടിച്ചത് ഈ ദൈവത്തെ ആരാധിക്കുവാനായിട്ടാണ്, കർത്താവിനെ ആരാധിക്കുവാനായിട്ടാണ്. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുവാനായിട്ടാണ്. നമ്മൾ ഈ ലോകം വിട്ട് അവസാനം ദൈവത്തിലെത്തിച്ചേരും. മാലാഖമാരോടൊപ്പം, വിശുദ്ധ ദൂതരോടൊപ്പം, പരിശുദ്ധ അമ്മയോടൊപ്പം, എല്ലാവരോടുമൊപ്പം അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന സമയം, ആരാധിക്കുവാനായിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടത്.
നാം എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടുവോ അത് ചെയ്യുമ്പോഴാണ് നമ്മളിലെ ആ ദൈവഹിതം നിറവേറുന്നത്. ആ ദൈവഹിതം നിറവേറുന്നത് ആ എല്ലാ നദികളും അവസാനം ഒഴുകി എത്തുന്നത് പോലെ നമ്മളെല്ലാവരും അവസാനം നമ്മൾ ആ കർത്താവിൽ എത്തിച്ചേരും. അവിടെ നമ്മൾ ദൈവത്തെ നിരന്തരം പാടി പുകഴ്ത്തി അവിടുത്തെ ആരാധിച്ചുകൊണ്ട് നിരന്തരം അവസാനമില്ലാതെ ആ സ്വർഗീയ ആനന്ദത്തിൽ മുഴുകി അവിടുത്തെ ആരാധിക്കുന്നു. നമ്മൾ യേശയെ കാണുന്നതും വിശുദ്ധ യോഹന്നാൻ കാണുന്നതും ഒരേ ദർശനങ്ങളാണ്. ആ മാലാഖമാരവിടുത്തെ ആരാധിക്കുന്നു, പരിശുദ്ധന്മാരവിടുത്തെ ആരാധിക്കുന്നു, ഒരേ ദർശനങ്ങൾ. അതേ പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം നമ്മുടെ ആയുസ്സിൻ്റെ അവസാന നിമിഷം വരെ, ആയുസ്സിൻ്റെ അവസാന ശ്വാസം വരെ അവിടുത്തെ ആരാധിക്കുവാൻ, നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ നമുക്കൊരുങ്ങാം. ആരാധനയിലേക്ക് ആ പിതാവുമായുള്ള ബന്ധത്തിലായിരുന്നുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിച്ചുകൊണ്ട് ഈ കാലത്തിലൂടെ കടന്നു പോകാം. എന്നാൾകൾ തീരും വരെ എൻ ജീവൻ പിരിയും വരെ എൻ ശ്വാസം മൊഴിയും വരെ അങ്ങയെ ആരാധിക്കും. ആരാധിക്കും. എന്നാളുകൾ തീരും വരെ എൻ ജീവൻ പിരിയും വരെ എൻ ശ്വാസം പൊഴിയും വരെ അങ്ങയെ ആരാധിക്കും. തീരും വരെ എൻ ജീവൻ പിരിയും വരെ എൻ ശ്വാസം പൊഴിയും വരെ അങ്ങയെ ആരാധിക്കും. അങ്ങയെ ആരാധിക്കും. എന്നാളുകൾ തീരും വരെ ഈശോയെ കണ്ടുകൊണ്ട് എൻ ജീവൻ പിരിയും പിരിയുന്നത് വരെ കർത്താവേ എൻ ശ്വാസം ഒഴിയുന്നത് വരെ എൻ്റെ കർത്താവിനെ ഞാൻ ആരാധിക്കും. അങ്ങയെ ആരാധിക്കും. ഏതവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയാലും എൻ്റെ കർത്താവിനെ ഞാൻ ആരാധിക്കും. എൻ്റെ സന്തോഷത്തിലും എൻ്റെ ദുഃഖത്തിലും തകർച്ചയിലും എല്ലാ സമയവും ഞാൻ ദൈവത്തെ ആരാധിക്കും, കർത്താവിനെ ആരാധിക്കും. എൻ്റെ ഹൃദയം അവിടുത്തോടൊട്ടിച്ചേർന്നിരിക്കുന്നു. എന്നാളുകൾ തീരും വരെ ഹല്ലേലൂയ എൻ ജീവൻ പിരിയും വരെ എൻ ശ്വാസം ഒഴിയും വരെ അങ്ങയെ ആരാധിക്കും. അവിടുത്തെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അങ്ങയെ ആരാധിക്കും. ഈശോയുടെ മുഖത്തേക്ക് നോക്കി നാളുകൾ തീരും വരെ എല്ലാം സമർപ്പിച്ച് ജീവൻ
കർത്താവേ. എൻ ശ്വാസം ഒഴിയും വരെ അവസാനം വരെ കർത്താവിനെ സ്തുതി. ഓ ഹല്ലേലൂയ. എന്നാൾകൾ തീരും വരെ എൻ ജീവൻ പിരിയും വരെ എൻ ശ്വാസം ഒഴിയും വരെ അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും. നീ മാത്രം മതി, 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 നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. സ്വർഗീയ അനുഭവം ആരാധകന്മാർ ആരാധിക്കുന്നത് പോലെ, ദൂതന്മാർ ആരാധിക്കുന്നത് പോലെ അവരുടെ സ്വരത്തോട് ചേർന്ന് ദൈവീക സ്വരം, ഓ സ്വർഗീയ ദൂതൻ എന്നുള്ള സ്വരം, ഓ സ്വർഗത്തോളം ഉയർന്ന്, സ്വർഗത്തോളം ഉയർന്ന്, ഓ സ്വർഗത്തോളം ഉയർന്ന് അവിടുത്തെ ആരാധിക്കട്ടെ. സകലതും തുറന്ന് അവിടുത്തെ ആരാധിക്കട്ടെ. ഈ ദൈവം എന്റെ ദൈവം, ഈ നാഥൻ എന്റെ നാഥൻ. ഈ ദൈവം എന്റെ ദൈവം, ഈ നാഥൻ എന്റെ നാഥൻ. ഈ ദൈവം എന്റെ ദൈവം, ഈ നാഥൻ എന്റെ നാഥൻ. ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധന 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 സ്വർഗത്തിൽ നിന്നും ആ സ്വർഗത്തിൽ നിന്നും ഇതാ ഇതാ അനുഗ്രഹങ്ങൾ കൃപയായി ഒരു മഴ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇതാ വർഷിക്കപ്പെടുന്നു. ഇതാ സ്വർഗത്തിൽ നിന്നും കൃപകൾ അനുഗ്രഹങ്ങൾ ഇതാ ഒരു മഴ പോലെ നമ്മുടെ ഉള്ളിലേക്ക് നിറയുന്നു. കൃപകളും അനുഗ്രഹങ്ങളും ദൈവസ്നേഹമെല്ലാം ഈശോയെ നമുക്ക് സ്വീകരിക്കുവാൻ പറ്റാത്ത വിധം, സ്വീകരിക്കുവാൻ താങ്ങാൻ പറ്റാത്ത വിധം ഇതാ ദൈവസ്നേഹം നമ്മിലേക്ക് ഒഴുകുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുന്നോട്ടുള്ള വഴി ഏറെ ദുർഘടം നിറഞ്ഞതാണ്. കർത്താവിനെ കൂടാതെ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയില്ല. ഓരോ ദിവസവും കഴിയും തോറും
പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങണം. ഈ ജീവിതയാത്രയിൽ കർത്താവിൻ്റെ കൂടെ എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിൽ നിന്നാലും ആ കർത്താവ് നമ്മുടെ മുമ്പേ പോകുന്നുണ്ട്. ആ കർത്താവ് നമ്മളെ നയിക്കുന്നുണ്ട്. ആ ദൈവത്തോടൊപ്പം ചേർന്ന് മുന്നോട്ടുള്ള യാത്രയിൽ ആ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട്, ആ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ആ ദൈവത്തിൻ്റെ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. സമുദ്രം പോലെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ആ സമുദ്രത്തെ കീഴടക്കിയ, ആ സമുദ്രത്തിലെ കൊടുങ്കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ കർത്താവ്, ആ ചെങ്കടലിനെ രണ്ടായി വിഭജിച്ച കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ സ്വർഗീയ പിതാവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോയെ ഒരിക്കൽ അനുഗമിച്ചിട്ട് ഇന്ന് പിന്തിരിഞ്ഞ് നടക്കുന്നവരാണോ? ഇതാ കർത്താവ് വിളിക്കുന്നു. ഈശോയെ ഒരിക്കൽ കൂടെ നടന്ന് അവിടത്തെ ആരാധിച്ച് സന്തോഷിച്ച് ആനന്ദിച്ചിട്ട് പ്രതിസന്ധികൾ വന്നപ്പോൾ, പ്രശ്നങ്ങൾ വന്നപ്പോൾ പിന്തിരിഞ്ഞു പോയ വ്യക്തിയാണോ? ഇതാ ഈശോ തിരികെ വിളിക്കുന്നു. മകനെ, വേറൊരു വഴിയില്ല. എന്തുമാത്രം നീ തകർന്നാലും, നീ ഈശോയെ വിട്ടുപോയാലും കർത്താവ് നിൻ്റെ അരികിൽ ഇതാ കടന്നു വന്നുകൊണ്ട് വീണ്ടും ഒരു പുതിയ അനുഭവത്തിലേക്ക് നയിക്കുവാൻ ദൈവം നിന്നെ വിളിക്കുന്നു. ചുങ്കസ്ഥലത്തിരുന്ന മത്തായിയെ വിളിച്ചതുപോലെ ഇതാ കർത്താവ് നിന്നെ വിളിക്കുന്നു. ഇതാ കർത്താവ് നിന്നെ വിളിക്കുന്നു. ആ കർത്താവിൻ്റെ സ്വരം കേട്ടുകൊണ്ട് ഈശോയിലേക്ക് നമുക്ക് മടങ്ങി വരാം. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും കർത്താവിനോടൊത്തുള്ള ജീവിതം, ഈശോയോടൊത്തുള്ള ജീവിതം, ആ കർത്താവിലേക്ക് ആശ്രയിച്ചുകൊണ്ട് എല്ലാ ഭയപ്പാടുകളെയും എല്ലാ പ്രതിസന്ധികളെയും കർത്താവിൻ്റെ മുമ്പിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഗാനത്തിലൂടെ അവിടുത്തെ ആരാധിച്ച് പാടി മഹത്വപ്പെടുത്താം. എന്നും മറക്കണേ നിൻ ശക്തിയാ എന്നെ നിറയ്ക്കണേ. എന്നും എന്നെ മറയ്ക്കണേ നിൻ ശക്തിയാ എന്നെ നിറയ്ക്കണേ. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൽ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ. ഭയമില്ല എനിക്കൊന്നിലും, ഭയമില്ല ഇനിയൊന്നിലും. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൽ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ. ഭയമില്ല ഇനിയൊന്നിലും, ഭയമില്ല ഇനിയൊന്നിലും. എൻ്റെ ആശ്രയം കർത്താവാണ്, എൻ്റെ അഭയം. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ആ കർത്താവിൻ്റെ കൂടെ ഞാൻ നടന്നു നീങ്ങും. ഈശോയുടെ കരം പിടിച്ചുകൊണ്ട് ഞാൻ നടന്നു നീങ്ങും. യേശുവെന്നും എൻ്റെ ആശ്രയം
ആത്മശക്തിയാ ഞാൻ ജീവിക്കും എന്നും. യേശുവെന്നും എൻ്റെ ആശ്രയം. ആത്മശക്തിയാ ഞാൻ ജീവിക്കും എന്നും. സമുദ്രങ്ങൾ എന്റെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൽ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ ഭയമില്ല എനിക്കൊന്നിലും. ഭയമില്ല ഇനിയൊന്നിലും. ആഴിയളന്നവൻ സമുദ്രങ്ങൾ എന്റെ നേരെ ഉയർന്നാലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നടന്നിടും പെരുവെള്ളത്തിൽ മീതെ ഹല്ലേലൂയ. എൻ പിതാവാം ദൈവം വാഴുന്നതാ ഭയമില്ല എനിക്കൊന്നിലും. ഭയമില്ല എനിക്കൊന്നിലും. സമുദ്രങ്ങൾ എന്റെ നേരെ ഉയർന്നാലും വലിയ നടന്നിടും പെരുവെള്ളത്തിൽ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ ഭയമില്ല എനിക്കൊന്നിലും. ഭയമില്ല ഇനിയൊന്നിലും. ഭയമില്ല എനിക്കൊന്നിലും. ഭയമില്ല ഇനിയൊന്നിലും. വരും നാളുകളിൽ കർത്താവിനോടൊത്ത് ദൈവത്തോടൊത്ത് മുന്നേറുവാൻ ഈശോ നമ്മെ വിളിക്കുന്നു. കർത്താവിനോടൊത്തുള്ള ജീവിതം, ദൈവത്തോട് കൂടെയുള്ള ജീവിതം ഈശോ നമ്മളെ വിളിക്കുന്നു. കർത്താവിന്റെ പിന്നാലെ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നേറുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. എൻ്റെ ഈശോയോടൊപ്പം ഞാൻ നീങ്ങും, എൻ്റെ കർത്താവിനോടൊപ്പം ഞാൻ പോകും. എന്തെല്ലാം പ്രതിസന്ധികൾ എൻ്റെ മുമ്പിലുണ്ടെങ്കിലും ആ ഈശോയോടൊപ്പം ഞാൻ സഞ്ചരിക്കും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആഗ്രഹിച്ച് അവിടുത്തോട് പറയാം, കർത്താവേ ഇതാ ഞാൻ വരുന്നു, നിന്റെ അരികിലേക്ക് ഞാൻ വരുന്നു. കർത്താവ് നിന്നോടൊത്ത് ഈശോ മുന്നോട്ട് നീങ്ങുവാൻ കൃപ തരണമേ. നമ്മുടെ കുടുംബത്തെ മുഴുവനും സമർപ്പിക്കാം, മക്കളെ സമർപ്പിക്കാം, ജീവിത പങ്കാളിയെ സമർപ്പിക്കാം, ബന്ധുജനങ്ങളെ സമർപ്പിക്കാം. എല്ലാവരെയും വിട്ടുകൊടുക്കാം, എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ആരെല്ലാം ഈശോയുടെ വഴികളിൽ നിന്ന് മാറി നടക്കുന്നുണ്ടോ അവരെല്ലാം കർത്താവിൻ്റെ മുന്നിലേക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. നല്ല നാളുകൾ ഇതാ കർത്താവ് നേർക്കുന്നു. ഇതാ പീഡനങ്ങളുടെ കാലങ്ങൾ കഴിഞ്ഞു, കണ്ണുനീരിൻ്റെ കാലം കഴിഞ്ഞു. ഇതാ കർത്താവ് നമ്മളെ വലിയ അനുഗ്രഹത്തിലേക്ക് കൃപയിലേക്ക് നയിക്കുന്ന നാളുകൾ നമുക്ക് മുന്നേ ഇതാ വലിയ പ്രത്യാശ അവിടെ ഒരുക്കിയിരിക്കുന്നു. ഈശോയോടൊത്ത് 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 എൻ്റെ കർത്താവിനോടൊത്ത് എൻ്റെ ഈശോയോടൊപ്പം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എനിക്കൊന്നിലും ഭയമില്ല ഇനിയൊന്നിലും. പരിശുദ്ധ അമ്മയെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ മധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് തേടാം. അമ്മേ മാതാവേ, ഞങ്ങളെല്ലാവരെയും ഇന്ന് കൂട്ടായ്മയിൽ പങ്കെടുത്തുന്ന എല്ലാവരെയും അമ്മയുടെ വലിയ വിമല ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. വലിയ സംരക്ഷണം നൽകണമേ, ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ.